മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിക്കണമെന്നും തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ കെ.എൻ. കുറുപ്പ്. മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി പുനഃക്രമീകരണം അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വയനാട് ജില്ലയിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്നും കെ.എൻ. കുറുപ്പ് മസ്കറ്റിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കണം. 60 കുട്ടികളില്ലത് ഒരു 50-20 കൂടി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വിടുകയല്ല വേണ്ടത്. റീസ്ട്രക്ചർ ചെയ്യണം, പുതിയ കോഴ്സുകൾ കൊടുക്കണം, പുതിയ അധ്യാപകന്മാരെ കൊണ്ടുവരണം. പുതിയ സർക്കാരിന് മുന്നിൽ മലബാറിന്റെ ആവശ്യങ്ങൾ സമർപ്പിക്കാനും സമ്മർദ്ദം ചെലുത്താനുമായി പ്രവാസി സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഡോക്ടർ കെ.എൻ. കുറുപ്പ്. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കുന്നത് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കും. വയനാട് ജില്ലയിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക, കാസർഗോഡ്, മഞ്ചേശ്വരം, ഇടുക്കി എന്നിവിടങ്ങളിൽ ഇതിന്റെ ക്യാമ്പസ് സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും കെ.എൻ. കുറുപ്പ് മുന്നോട്ട് വെച്ചു. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചതിനാൽ കാസർഗോഡ്, വയനാട് ജില്ലകൾ ഇക്കാര്യത്തിൽ പിന്നിലാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ തുളുനാട് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഫൗണ്ടേഷന്റെ ചെയർമാനായ കെ.എൻ. കുറുപ്പ് പറഞ്ഞു. 1700-കളിൽ തന്നെ ഈ തെക്കൻ ഭാഗത്ത് മിഷനറിമാർ വരികയും പള്ളിയും പള്ളിക്കൂടവും ഒന്നിച്ചിട്ട് പോകണം എന്നുള്ള ആശയം പ്രചരിപ്പിക്കുകയെല്ലാം ചെയ്തു. അതേസമയത്ത് മലബാറിൽ മിഷനറി പ്രവർത്തനം വരുന്നത് 1850-കളിലാണ്. ബാസൽ മിഷൻ. അപ്പം ബാസൽ മിഷൻ വന്നിട്ട് കുറച്ച് സ്കൂളുകളും പാർസി സ്കൂളുകളെല്ലാം ഉണ്ടാക്കിയത് കൊണ്ടാണ് വിദ്യാഭ്യാസ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. കൊളോണിയൽ ഭരണവും അതിന്റെ തുടർച്ചയുമാണ് വിദ്യാഭ്യാസത്തിൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. കാസർഗോഡ് ജില്ലയിലെ തുളുനാടൻ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായി നഴ്സിംഗ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്നും കെ.എൻ. കുറുപ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.